സോഷ്യലിസ്റ്റ് നേതാവും ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പി.എ. ഹാരിസിനെ കായംകുളത്ത് അനുസ്മരിച്ചു. എം.പി. നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് നേതാവും ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പി.എ. ഹാരിസിനെ കായംകുളത്ത് അനുസ്മരിച്ചു. എം.പി. നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെ എങ്ങനെയാണ് ആ രാഷ്ട്രീയ പ്രവർത്തകൻ നേരിട്ടത് എന്നുള്ള പരിശോധനയാണ് നമ്മൾ സാധാരണഗതിയിൽ നടത്തുക. സഖാവ് ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം 1970-കളിൽ അദ്ദേഹം രാജ്യം നേരിട്ട വെല്ലുവിളിയെ സുധീരം നേരിട്ടു എന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഘപരിവാറിനെതിരെ ആരൊക്കെ നിലകൊണ്ടു എന്നുള്ളത് ഭാവി തലമുറ വിലയിരുത്താൻ പോവാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിനെതിരെ നമ്മൾ പടപൊരുതിയത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ അത്യന്താധുനികമായ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ മനുഷ്യരും കൈകോർത്തു പിടിച്ചു നിന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മനസ്സോടുകൂടി ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. അതായിരുന്നു സമീപകാല ചരിത്രത്തിൽ നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പല കടന്നുകയറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ കടന്നുകയറ്റങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ചു. ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ ഇന്ത്യയെ കോളനിവൽക്കരിച്ചപ്പോൾ അതിനെതിരെയും നമ്മുടെ ജനത പടപൊരുതുകയും ആത്യന്തിക വിജയം ജനതയ്ക്ക് സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യം നേടിത്തന്ന അല്ലെങ്കിൽ അതിന്റെ മുന്നണി പോരാളിയായി വർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് 1970-കളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അടിയന്തരാവസ്ഥ ഉപയോഗിച്ച് ഭരണഘടനയെ സ്തംഭിപ്പിച്ചു നിർത്തി. രാഷ്ട്രീയമായ ഏത് അനിശ്ചിതാവസ്ഥയിലും നമ്മൾ കാണുക, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആരായിരുന്നു കോൺഗ്രസിനൊപ്പം, ആരായിരുന്നു എതിർപക്ഷത്ത്, ജനാധിപത്യത്തിന്റെ വശത്ത്? നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പോലീസ് മർദ്ദനത്തിനെതിരായ നിലകൊണ്ടിട്ടുള്ള ആളുകളെല്ലാം അനുഭവിച്ചിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച പാഠപുസ്തകം പോലെയുണ്ട്. സഖാവ് പി.എ. ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നിലകൊണ്ടുവെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വർഷങ്ങൾ ജയിൽവാസം അനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ മുന്നോട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് പോലും നമുക്കുണ്ടാകില്ല. കാരണം അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ നിയമമാണ് എന്നാണ്. CPM ഏരിയ സെക്രട്ടറി ബി. അബിൻ ഷാ അധ്യക്ഷത വഹിച്ചു. ഈ മതവർഗീയവാദികൾ നമ്മളെ ഭിന്നിപ്പിക്കുവാൻ ആട്ടുംതോലിട്ട ചെന്നായ്ക്കളായി ഇവർ കടന്നു വരുമ്പോ പരസ്പരം ആടുകളായി നാം തമ്മിലടിക്കലല്ല വേണ്ടത്. ഇവിടെയാണ് ഈ കായംകുളത്തു നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാതെ പോകുവാൻ പറ്റുമോ? ഈ മണ്ണിൽ നിന്നുകൊണ്ടാണല്ലോ, ഈ തൊട്ടപ്പുറത്ത് 3 കിലോമീറ്ററിനപ്പുറത്താണല്ലോ ശ്രീനാരായണ ഗുരു വിദ്യ പഠിച്ച വാരണപ്പള്ളി. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ വീട് തൊട്ടപ്പുറത്തല്ലേ. അദ്ദേഹത്തിന് അക്ഷരം പറഞ്ഞു കൊടുത്തവൻ, അദ്ദേഹത്തിനെ ജാതിയുടെയും മതത്തിന്റെയും ചിന്തകളിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് നവോത്ഥാനത്തിന്റെ ഏവരെയും ചേർത്തു പിടിക്കുവാൻ അവസരം നൽകിയ മണ്ണ്, പഠിപ്പിച്ച മണ്ണ് ഈ കേരളമായി കായംകുളമാണ്. കായംകുളത്തിന്റെ ചരിത്രം അതാണ്. മറ്റൊരു പ്രധാന ചരിത്രമുണ്ട്, പലരും മറന്നുപോയ ചരിത്രം. ഒരു ഹിന്ദു രാജാവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെട്ട രക്തസാക്ഷികളുടെ മണ്ണാണ് കായംകുളം. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. 1700-കളിൽ ഈ കായംകുളത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, ഓടനാട് രാജ്യം. ആ ഓടനാട് രാജ്യത്തെ തകർക്കുവാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മാർത്താണ്ഡവർമ്മയും കൂട്ടരും ഈ രാജ്യത്തെ തകർത്തപ്പോ അന്നത്തെ സർവ്വസൈന്യാധിപനായ അച്യുത വാര്യർ കണ്ണമംഗലത്ത് വെച്ച് വെട്ടേറ്റ് മാർത്താണ്ഡവർമ്മയുടെയും രാമയ്യൻ ദളവയുടെയും പടക്ക് മുന്നിൽ തകർന്നപ്പോ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ. എച്ച്. ബാബുജാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ. മഹേന്ദ്രൻ, പി. ഗാനകുമാർ, യു. പ്രതിഭ MLA, ഷെയ്ഖ് പി. ഹാരിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡി. അംബുജാക്ഷി, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബി. പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.